സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രാക്കിങ്ങിനെ കുറിച്ചാണ്. അതായത് കോൺക്രീറ്റിൽ ഉണ്ടാവുന്ന ക്രാക്കുകളെ കുറിച്ചും ക്രാക്കിങ്ങിനെ കുറിച്ചും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി എന്ന് പറയുന്ന ക്ലാസ് നമ്പർ 35.3 എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നതാണ്. നിങ്ങൾ നോക്കിയാൽ കാണാം, അതിൽ 35.3.1 എന്ന് പറയുന്നത് ഡിഫ്ലക്ഷനും 35.3.2 എന്ന് പറയുന്നത് ക്രാക്കിങ്ങും. ഈ സർവീസബിലിറ്റി പറയുമ്പോൾ നമ്മൾ പറയുന്ന കണ്ടീഷൻസ് ആണ് ഈ ഡിഫ്ലക്ഷൻ, ക്രാക്കിംഗ്, ഷ്രിങ്കേജ്, ക്രീപ്പ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ക്രാക്കിംഗ് എന്താണെന്ന് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഡിസ്കഷനിൽ പറയാം. പേജ് നമ്പർ 67 IS 456/2000 നിങ്ങളുടെ ക്രാക്കിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നത്. അതില് വെരി ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ടു ബി റിമെമ്പേർഡ് എന്ന് പറയുന്നത് ഇതാണ്. ക്വസ്റ്റ്യൻ KTU എക്സാമിന് നിങ്ങളുടെ IS കോഡൽ റെക്കമെൻഡേഷൻ എന്താണ് ക്രാക്കിംഗുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഇതിനെ കുറിച്ചാണ്. അതായത് ദ സർഫസ് വിഡ്ത്ത് ഓഫ് ദ ക്രാക്ക് ഷുഡ് നോട്ട് ഇൻ ജനറൽ എക്സീഡ് 0.3 mm in members where cracking is not harmful and does not have any serious adverse effect upon preservation of reinforcing steel nor upon the durability of the structure. അതായത് ക്രാക്കുകൾ ഉണ്ടാവുന്നത് കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ, അങ്ങനെയുള്ള സ്ട്രക്ചറുകളാണെങ്കിൽ, ഓക്കെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന ഒരു സ്ട്രക്ചർ ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ കടലിലുള്ള ഒരു സ്ട്രക്ചർ ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണെന്ന് വിചാരിച്ചോ. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എക്സ്പോസ്ഡ് ടു വാട്ട് ഹൈലി ക്രോസീവ് ആയിട്ടുള്ള എൻവയറമെന്റുമായിട്ട് എക്സ്പോസ്ഡ് ആണ്, അല്ലെ? അതായത് ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നതാണെങ്കിൽ സ്റ്റീൽ കൊറോഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കോൺക്രീറ്റിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ടെങ്കിൽ ആ ക്രാക്കിലൂടെ ഈ വെള്ളം കയറി സ്റ്റീലിനെ കൂടുതൽ കൊറോഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയാ, കുറച്ച് ഡേഞ്ചറസ്, കുറച്ച് വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് എന്ന് പറയാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അല്ല എന്നുണ്ടെങ്കിൽ, അതായത് ക്രാക്കുകൾ ഫോം ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്ട്രക്ചർ ആണെങ്കിൽ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ 0.3 mm വരെ നിങ്ങൾക്ക് അനുവദനീയമാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്രാക്കിംഗ്. ഓക്കെ, 0.3 mm വരെ ക്രാക്കിംഗ് അനുവദനീയമാണ്. ഓക്കെ കേട്ടോ. സോ ക്രാക്കിന്റെ വിഡ്ത്ത് 0.3 mm എന്ന് ആലോചിക്കുക, വളരെ ചെറുതാണ്. 1 mm എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, 1 സെന്റിമീറ്റർ നിങ്ങൾക്ക് അറിയാം, 1 millimeter അറിയാം. ആ 1 millimeterന്റെ 0.3 എന്നാണ് പറയുന്നത്, 30%. അത്രയും ക്രാക്ക് വരെ അനുവദനീയമായിട്ടുള്ളൂ. ഓക്കെ, ഇനി in members where the cracking in tensile zone is harmful either because they are exposed to effects of the weather or continuously exposed to moisture or in contact to soil or groundwater, an upper limit of 0.2 is suggested ആണ് for maximum width of the cracks. കണ്ടോ, അതായത് ഇത് ഫോർ എക്സാമ്പിൾ വാട്ടറുമായിട്ട് എക്സ്പോസ്ഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത് അണ്ടർഗ്രൗണ്ട് ആണെങ്കിൽ, എക്സ്പോസ്ഡ് മോയ്സ്ചർ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഈ 0.3 mm നമുക്ക് അനുവദനീയമല്ല, 0.2 mm അതിനെ ചുരുക്കണം എന്നാണ് അവർ പറയുന്നത്. ഇനി ഹൈലി സിവിയർ കാറ്റഗറിയിലാണ് വരുന്നതെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ ഈ ക്രാക്ക് വിഡ്ത്ത് 0.2 പറ്റില്ല, 0.1 mm വരെ പറ്റും. അതിനേക്കാൾ താഴെ ആയിരിക്കണം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ആസ് ഫാർ ആസ് ക്രാക്ക് ക്രൈറ്റീരിയ ഡിസ്കസ്ഡ് ഇൻ IS കോഡ്. അടുത്തത് അനക്ഷർ F-ല്, അതായത് IS 456/2000 പേജ് നമ്പർ 95 ഇതേ ടോപ്പിക്, അതായത് കാൽക്കുലേഷൻ ഓഫ് ക്രാക്ക് വിഡ്ത്ത് ആയിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ക്രാക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 0.3 mm കൂടാൻ പാടില്ല, 0.2 mm കൂടാൻ പാടില്ല, പിന്നെ 0.1 mm കൂടാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ക്രാക്ക് വിഡ്ത്ത് എന്തുമാത്രം വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇക്വേഷൻ ഉണ്ട്. അതാണ് ഈ അനക്ഷർ F-ല് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. You can see here, provided that the strain in the tension reinforcement is limited to 0.8 FI/ES. അതായത് നമ്മുടെ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റിന് പരമാവധി എടുക്കാൻ പറ്റുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും 0.8 into FI ആണ്. 87 into FI എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, പക്ഷെ നമ്മൾ അത് 0.8 into FI ആയിട്ട് ചുരുക്കി. 0.8 into FI divided by ES, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെയിൻ കിട്ടും, ശരിയല്ല? 0.8 into FI എന്ന് പറയുന്നത് സ്ട്രെസ്, സ്ട്രെസ് ബൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് സ്ട്രെയിൻ ആണ്. സോ സ്ട്രെയിൻ ഇൻ ദ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ഈസ് ലിമിറ്റഡ് ടു ദിസ് വാല്യൂ. ഇതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ the design crack width അല്ലെങ്കിൽ surface crack width which should not exceed the appropriate value given in 35.3.2 may be calculated from the following equation. അതായത് നിങ്ങൾ ഈ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് ക്രാക്ക് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ക്രാക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത 0.3 mm ഫോർ മൈൽഡ് എക്സ്പോഷർ ആൻഡ് 0.2 mm ഫോർ മോഡറേറ്റ് ടു സിവിയർ എക്സ്പോഷർ ആൻഡ് വെരി സിവിയർ എക്സ്പോഷർ ആണെങ്കിൽ 0.1 mm എന്ന് പറഞ്ഞ് നമ്മൾ ലിമിറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആക്ച്വൽ വിഡ്ത്ത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, എന്നിട്ട് ആ വാല്യൂവിനേക്കാൾ താഴെയാണെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ വിഡ്ത്ത് ഓഫ് ദ ക്രാക്ക് ആണ് WCR എന്ന് പറയുന്നത്. ഓക്കെ, സോ WCR കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് 3 into ACR epsilon m divided by 1 plus 2 into ACR minus CM C minimum divided by H minus X. ഇതിൽ ഓരോന്നും എന്താണെന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ACR എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് കൺസിഡർ ടു ദ സർഫസ് ഓഫ് ദ നിയറസ്റ്റ് ലോങ്ങിറ്റ്യൂണൽ ബാർ. അതായത് നിങ്ങൾ ഈ ഡയഗ്രം നോക്കിയേ, ഈ ഡയഗ്രത്തിൽ നമുക്കൊരു ബീം കാണാം, ഇല്ലേ? ആ ബീം ഉണ്ട്. ഓക്കെ, ആ ബീമിന് ഒരു ഓവറോൾ ഡെപ്ത് ക്യാപിറ്റൽ D ഉണ്ട്, അതിനൊരു എഫക്റ്റീവ് ഡെപ്ത് സ്മോൾ d ഉണ്ട്, പിന്നെ D' എന്ന് പറയുന്നത് അതിന്റെ ക്ലിയർ കവർ ആണ്. C മിനിമം എന്താ നിങ്ങൾ നോക്കി, ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത്. C മിനിമം എന്ന് പറയുന്നത് നിങ്ങളുടെ ബാറിന്റെ ബോട്ടത്തിൽ നിന്ന് നിങ്ങളുടെ ഏറ്റവും ബോട്ടം മോസ്റ്റ് പോയിന്റ് ഓഫ് ദ ബീം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് C മിനിമം എന്ന് പറയുന്നത്.
ഇനി ACR എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്രാക്ക് ഫോം ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ ക്രാക്കിൽ നിന്ന് നിങ്ങളുടെ ബാറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ACR എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് ഇവിടെ A എന്ന് പറയുന്ന പോയിന്റിലാണ് ക്രാക്ക് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നിങ്ങളുടെ ബാർ വരെയുള്ള ഡിസ്റ്റൻസ്, ലോങ്ങിറ്റ്യൂഡിനൽ ബാറിന്റെ പെറിഫറി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ACR എന്ന് പറയുന്നത്. C മിനിമം എന്ന് പറയുന്നത് നിങ്ങളുടെ ബാറിന്റെ ഏറ്റവും ബോട്ടം മോസ്റ്റ് പോയിന്റിൽ നിന്ന് വെർട്ടിക്കൽ ആയിട്ട് നേരെ താഴോട്ടുള്ള ഡിസ്റ്റൻസ്. ഇത് ഇൻക്ലൈൻഡ് ആവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രാക്ക് ഫോം ചെയ്യുന്നത് ഇവിടെ ആവാം, ചിലപ്പോൾ ക്രാക്ക് ഫോം ചെയ്യുന്നത് ഇവിടെ ആവാം, ചിലപ്പോൾ ക്രാക്ക് ഫോം ചെയ്യുന്നത് ഇവിടെ ആവാം. എവിടെയാണോ ക്രാക്ക് ഫോം ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ AW ഫോം ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ നിന്ന് നിങ്ങളുടെ നിയറസ്റ്റ് ബാറിന്റെ പെറിഫറി വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അതാണ് നമ്മൾ ACR എന്ന് പറയുന്നത്. സോ ഈ ACR നമുക്കറിയാമെങ്കിൽ പിന്നെ ഇതിൽ ക്യാപിറ്റൽ H എന്ന് പറയുന്നത് ഓവറോൾ ഡെപ്ത് ഓഫ് ദ മെമ്പർ ആണ്. അതുപോലെ X എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ദ ന്യൂട്രൽ ആക്സിസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ സർഫസ് ക്രാക്ക് വിഡ്ത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ എപ്സൈലൺ M ആവറേജ് സ്റ്റീൽ സ്ട്രെയിൻ അറ്റ് ദ ലെവൽ കൺസിഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളുടെ സ്റ്റീൽ ഇരിക്കുന്ന സ്ഥലത്തുള്ള ആവറേജ് സ്ട്രെയിൻ എന്താണ് അതും കണ്ടുപിടിക്കണം. ഓക്കെ, സ്ട്രെയിൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ഡയഗ്രം വരച്ച് നമ്മൾ സ്ട്രെയിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മുടെ ബാർ ഇരിക്കുന്നത് ഈ പോയിന്റിലാണെന്നുണ്ടെങ്കിൽ ആ ബാറിന്റെ അവിടുത്തെ സ്ട്രെയിൻ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് പരമാവധി സ്ട്രെയിൻ ഇൻ ദ കോൺക്രീറ്റ് നമുക്കറിയാം. അതിൽ നിന്ന് നമുക്ക് ഇന്റർപോളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് അവിടുത്തെ റീഇൻഫോഴ്സ്മെന്റിന്റെ സ്ട്രെയിൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ IS കോഡിൽ ക്രാക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യം ഡിസ്കസ് ചെയ്ത ക്ലാസിനെ കുറിച്ചും പറയണം, പിന്നെ ഈ ക്രാക്ക് വിഡ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചും പറയണം. ഇനി എപ്സൈലൺ M കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് there is another equation which is discussed ഇവിടെ കാണാം. നമുക്ക് എപ്സൈലൺ M is equal to epsilon 1 minus V into H minus X into A minus X by 3 into ES into AS into D minus X എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നതായിട്ടും കാണാം.